ഹായ് ഗായ്സ്, എന്നോണ്ട് വിശേഷം? കുറേ നാളായല്ലോ കണ്ടിട്ട്. സോ ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു പുതിയ iPhone 30 ആയിട്ട്. സെപ്റ്റംബർ 14 ഇത് ലോഞ്ച് ചെയ്തത്. പക്ഷേ 10 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്കത് കിട്ടിയെന്ന് പറയാം. സോ ഇതാണ് സാധനം. ഓക്കെ, നമുക്കിത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഒന്ന് എടുക്കാം അല്ലേ? സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, നമുക്ക് നമ്മുടെ iPhone 30യുടെ അൺബോക്സിങ് വീഡിയോ ഇനി കാണാം. ഇതാണ് നമ്മുടെ iPhone 30. ഓക്കെ, ഞാനിതെടുത്തു. നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ഈ കവറൊന്ന് മാറ്റാം. സോ കവറും കൂടി ഉണ്ട് ഇതിന് മുന്നിൽ. ഇതാണ് നമ്മുടെ iPhone 30. കാണാൻ നല്ല രസമുണ്ട് അല്ലേ? സോ ഇതിൻ്റെ ക്യാമറയാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. നമുക്കൊന്ന് ബൂട്ട് ചെയ്യാം. ബൂട്ട് ചെയ്യുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ബാക്ക് ഞാനെടുത്ത് ശരിക്കും പറഞ്ഞാൽ വൈറ്റാണ്. അതിൻ്റെ പല കളർ വേർഷനുണ്ട്. റെഡൊക്കെ അടിപൊളിയായിരുന്നു, ബട്ട് ഞങ്ങൾക്ക് കിട്ടിയത് വൈറ്റായിരുന്നു. ഓക്കെ, ബൂട്ടായി. ഇനി ഇതിൻ്റെ കവറിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് കാണാം. ഇതിനകത്തൊരു ചാർജിങ് കേബിളുണ്ട്. ഇതിനകത്ത് അഡാപ്റ്റർ വരുന്നില്ല. പിന്നെ ഇതിനകത്ത് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റിക്കറുണ്ട്. പിന്നെ ഇതിൽ ഒരു സിം ഇജക്ടർ പിന്നുണ്ട്. അതാണിത്. പിന്നെ അതുപോലെ തന്നെ വരുന്നതെന്ന് വെച്ചാൽ ഒരു യൂസർ മാനുവൽ. സോ അത്രയുമാണ് നമ്മുടെ ഈ ഒരു ഐഫോണിൻ്റെ ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇതിനകത്ത് ഇത് നമുക്കൊന്ന് നമ്മൾ സാധാരണ പോലെ തന്നെ ഇത് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു അഡാപ്റ്റർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനത് പുറത്തുനിന്ന് വാങ്ങിക്കുമായിരുന്നു ചെയ്തത്. ഇതാണ് അഡാപ്റ്റർ ഞാൻ വാങ്ങിച്ചത്. അപ്പം ഇതിന് ഏകദേശം ഒരു 1900 സംതിങ് രൂപ ആയിട്ടുണ്ട്. എക്സ്ട്രാ ഞാൻ വാങ്ങിയതാണ്. ബിക്കോസ് 25 വോൾട്ടിൻ്റെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചാർജ് ആവണമല്ലോ. സോ ഇതും ഞാൻ അവിടുന്ന് വന്ന് വാങ്ങിയതാണ്. അത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ iPhone 13 അഡാപ്റ്റർ ഞാൻ വാങ്ങിച്ചത്. സെപ്പറേറ്റ് വാങ്ങിയതാണ്. അപ്പം ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിത് എക്സ്ട്രാ വാങ്ങേണ്ടി വരുമല്ലായിരുന്നു. ബട്ട് ഞാനത് വാങ്ങി. ഇനി ഐഫോണിൽ നമുക്ക് അതിൻ്റെ സെറ്റിങ്സ് കാണാം. ഏതൊക്കെയാണ് OS വേർഷൻ എല്ലാം നമുക്ക് നോക്കാം. അതുകൂടാണ്ട് നമുക്ക് ഇതിനകത്ത് എടുത്ത കുറച്ച് പിക്ചേഴ്സും കൂടെ കാണാം. സോ ഐഫോണിലെടുത്ത ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ല ക്ലാരിറ്റി ഫോട്ടോസ് ആയിരിക്കും. സോ നമുക്ക് ഇതിലെടുത്ത കുറച്ച് പിക്ചേഴ്സ് നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും എത്രമാത്രം ഐഫോൺ ക്വാളിറ്റി ആണ്. ഇതാണ് പിക്ചേഴ്സ്. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇപ്പം. ഇനി ഇതിൻ്റെ വേർഷനെ പറ്റി പറയുകയാണെങ്കിൽ അത് ലേറ്റസ്റ്റ് വേർഷനാണ്. ഇതാണ് അതിൻ്റെ ബാക്ക് എന്ന് പറയുന്നത്. നല്ല കിണ്ണങ്കാച്ചി ബാക്കാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അല്ലേ? സോ അപ്പം നമ്മുടെ അൺബോക്സിങ് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ അടുത്ത ആഴ്ച ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാണാൻ മറക്കല്ലേ. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.